ഇനി നമ്മൾ അതിഥിയിലേക്ക് പോവുകയാണ്. ഇന്ന് ന്യൂസ് 3 അതിഥിയായി എത്തിയിരിക്കുന്നത് സംരംഭകയായ നിമി സുനിൽകുമാറാണ്. അന്നപൂർണി ബൈ നിമീസ് റെസിപ്പീസ് എന്ന സംരംഭം വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. ഇന്ത്യൻ രുചികൾ ലോകമെമ്പാടും എത്തിക്കാൻ ആഗ്രഹിക്കുന്ന നിമി എഴുതിയ പാചക പുസ്തകങ്ങൾ നിരവധി അവാർഡുകളും നേടിയിട്ടുണ്ട്. സ്വാഗതം നിമി ന്യൂസ് 3യിലേക്ക്. ഒരുപാട് യാത്രകളും ചെയ്തിട്ടുണ്ട് രുചികളുമായി ബന്ധപ്പെട്ട്, ഒപ്പം വർക്ക്ഷോപ്പുകളും ഒക്കെ നടത്തിയിട്ടുണ്ട്. അത് എല്ലാമായി മുന്നോട്ട് പോവുകയാണ്. ഏറ്റവും പുതിയ വിശേഷങ്ങൾ എന്തൊക്കെയാണ്? ഏറ്റവും പുതിയ വിശേഷങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ തൃശ്ശൂരിലേക്ക് ഷിഫ്റ്റ് ചെയ്തായിരുന്നു. ഇപ്പോൾ ഏകദേശം ഒരു വർഷമായി തൃശ്ശൂരിലേക്ക് മാറിയിട്ട്. അപ്പോൾ അവിടെ ഇപ്പോൾ അന്നപൂർണിയുടെ സെൻട്രൽ കിച്ചൺ സ്റ്റാർട്ട് ചെയ്യാനുള്ള വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നു. ഒരു കഫേ സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ അതിൻ്റെ മുന്നോടിയായിട്ട് ഒരു സോഫ്റ്റ് ലോഞ്ച് ചെയ്തായിരുന്നു. കഴിഞ്ഞ വർഷം ഒക്ടോബർ ആയപ്പോൾ സോഫ്റ്റ് ലോഞ്ച് ചെയ്തായിരുന്നു. ഒരു കിയോസ്ക് സോഫ്റ്റ് ലോഞ്ച് ചെയ്തായിരുന്നു, അന്നപൂർണി സിപ്പ് ആൻഡ് സ്നാക്ക് എന്ന് പറഞ്ഞിട്ട്. ഏറ്റവും പുതിയ വിശേഷം അതാണ്. അതിൽ നിന്നാണ് തുടങ്ങിയതെങ്കിലും നമുക്ക് പ്രേക്ഷകർക്ക് അറിയാൻ താല്പര്യമുള്ളത്, എപ്പോഴും വിജയിച്ചു നിൽക്കുന്ന സംരംഭകരിൽ നിന്ന് പ്രേക്ഷകർ അറിയാൻ ആഗ്രഹിക്കുന്നത് ഇവരുടെ തുടക്കം എങ്ങനെയായിരുന്നു എന്നുള്ളതാണല്ലോ. എങ്ങനെയായിരുന്നു നിമി എന്ന സംരംഭകയുണ്ടായത്? ഞാൻ ശരിക്ക് പഠിച്ചത് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷനാണ്. ഈ മേഖലയല്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഞാൻ ഇലക്ട്രോണിക്സ് പഠിച്ച് കല്യാണം കഴിച്ച് വീട്ടിലേക്ക് ചെന്നപ്പോൾ അവിടെ ഹസ്ബൻഡ് നല്ല ഫുഡ് ക്രിറ്റിക് ആയിരുന്നു. അപ്പോൾ അങ്ങനെ പുള്ളീനെ കഴിപ്പിക്കാൻ തുടങ്ങിയ ഒരു പ്രയത്നമായിരുന്നു ഇവിടം വരെ എത്തിയത്. ഒട്ടും വിചാരിച്ചില്ലേ ബുക്ക് എഴുതുന്നോ അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുന്നോ ഒന്നും വിചാരിച്ചതല്ല. സ്റ്റാർട്ട് ചെയ്തത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ കുക്ക് ചെയ്യാന്നുള്ള രീതിയിലാണ്. സർവൈവൽ ഇൻസ്റ്റിങ്ക്റ്റ് ഉണ്ടല്ലോ, ബേസിക് സർവൈവൽ ഇൻസ്റ്റിങ്ക്റ്റ്. അതായത് നമുക്ക് എങ്ങനെയെങ്കിലും നന്നായിട്ട് ഭക്ഷണം ഉണ്ടാക്കുക, അപ്പോൾ കുറ്റം പറയുന്നത് കുല്ലോ എന്ന് വിചാരിച്ചിട്ട് സ്റ്റാർട്ട് ചെയ്തതാ. അങ്ങനെ തുടങ്ങി. പിന്നെ അത് കഴിഞ്ഞ് ബ്ലോഗ് തുടങ്ങി. ബ്ലോഗിന് ശേഷം ബുക്ക് തുടങ്ങി. ശരിക്കും ബുക്ക് എന്നുള്ള ഒരു കോൺസെപ്റ്റ് ഇല്ലായിരുന്നു. ഒരു ദിവസം ഹസ്ബൻഡ് വീട്ടിൽ വന്നപ്പോൾ കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചു, ഞാൻ എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു ഡയറിയിൽ. അപ്പോൾ റെസിപ്പി എഴുതണം കണ്ടപ്പോൾ എൻ്റെ അടുത്ത് കളിയാക്കി ചോദിച്ചു, ഇത്ര വലിയ ഇൻട്രസ്റ്റ് ആണ് അന്ന് പിന്നെ ബുക്ക് എഴുതിക്കൂടെ എന്ന് ചോദിച്ചു. അങ്ങനെ ഞാൻ സ്റ്റാർട്ട് ചെയ്തതാണ്. ശരിക്കും ബുക്ക് എഴുതണം എന്നുള്ള ഒരു കോൺസെപ്റ്റേ ഉണ്ടായിരുന്നില്ല. 2009 ഡിസംബർ 2009 ഞാൻ ശരിക്കും പറഞ്ഞാൽ ബ്ലോഗ് സ്റ്റാർട്ട് ചെയ്യണത്. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. ഫ്രണ്ടാണ് ശരിക്കും പറഞ്ഞാൽ എൻ്റെ അടുത്ത് പറഞ്ഞത്, നിനക്ക് ഫുഡിനോട് ഇത്ര പാഷനാണ്, അപ്പം നീ എന്തായാലും ബ്ലോഗ് സ്റ്റാർട്ട് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്തു. പക്ഷേ ശരിക്കും ആ ബ്ലോഗ് കറക്റ്റായിട്ട് വരുന്നതിന് മുന്നേ തന്നെ ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ബുക്കിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്തിരുന്നു. ഡിസംബർ 2009 ആദ്യം ലിപ്സ് മാക്കിംഗ് ഡിഷസ് ഓഫ് കേരള ഇറക്കുന്നത്. പിന്നെ ആദ്യത്തെ ബുക്ക് സെൽഫ് പബ്ലിഷ്ഡ് ആയിരുന്നു. അതായത് നമ്മളിപ്പോൾ ജനറലി പറയുമ്പോൾ തന്നെ ആരും അത്രയും കാര്യം സീരിയസ് ആയിട്ട് എടുക്കില്ല. ബുക്ക് എഴുതാൻ പോവാന്ന് പറയുമ്പോൾ അതിന് മാത്രമുള്ള എക്സ്പീരിയൻസ് ഉണ്ടോ, അതിന് മാത്രമുള്ള കാലിബർ ഉണ്ടോ, ഒരുപാട് ക്വസ്റ്റ്യൻസ് ആണ് വരിക. ഞാൻ അന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കേരളത്തിൻ്റെ ബുക്ക് എഴുതണം എന്ന് വിചാരിച്ചതിൻ്റെ മെയിൻ റീസൺ എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ ജനിച്ചു വളർന്നത് അബുദാബിയിലായിരുന്നു, പാരൻസ് അവിടെയായിരുന്നു. അപ്പോൾ അവിടെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ കഴിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് നമ്മുടെ നാട്ടിലെ ഭക്ഷണമാണ് ഒബ്വിയസ്ലി. അപ്പം നാട്ടിലെ ഭക്ഷണം ഇപ്പോൾ അബുദാബിയിലെ ഗൾഫ് കൺട്രീസിൽ ഒരുപാട് മലയാളികളുണ്ട്, ഒരുപാട് കേരള സ്റ്റൈലിലുള്ള റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. പക്ഷേ മുന്നേ എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ നോർത്ത് ഇന്ത്യൻ വിഭവങ്ങൾക്കാണ് കൂടുതൽ പ്രാധാന്യമുള്ളത്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഈ അമ്മയുടെ നിന്ന് അങ്ങനെ മാറി മാറി വന്ന റെസിപ്പീസ് ഉണ്ടല്ലോ, അപ്പോൾ അത് ട്രഷർ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത് അറ്റ്ലീസ്റ്റ് ഫ്യൂച്ചർ ജനറേഷൻസിന് അതൊരു റെക്കോർഡിക്കലായിട്ട് ഇരിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ട് സ്റ്റാർട്ട് ചെയ്തതാണ്. 2009 ബുക്ക് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ കുക്കിംഗ് ക്ലാസ്സസ് ആണ് സ്റ്റാർട്ട് ചെയ്തത് ഫോറിനേഴ്സിന്. അതും ഒരു ഇൻസ്റ്റിങ്ക്റ്റിന് പുറത്ത് തുടങ്ങിയ ഒരു സംഭവമാണ്.
ഇതെല്ലാം ഞാനിങ്ങനെ അത്ഭുതത്തോടെ കേൾക്കുന്നത് ഒന്ന് എഴുതി വെക്കുന്ന ശീലം ഉണ്ടായിരുന്നു താങ്കൾക്കെന്ന് പറഞ്ഞപ്പോൾ ഹസ്ബൻഡ് വെറുതെ ഒരു ദിവസം ചോദിച്ച ചോദ്യത്തിന്റെ പുറത്ത് പിന്നീട് പുസ്തകം എഴുതുന്നു. ആ പുസ്തകം വെറുതെ ഒരു പുസ്തകമല്ല, അല്ലെങ്കിൽ പിന്നീട് എഴുതിയ പുസ്തകങ്ങളിൽ പലതിനും അവാർഡുകൾ കിട്ടുകയുണ്ടായി. അപ്പോൾ ആ ലെവലിലേക്ക് ഉയരാൻ പറ്റി എന്നുള്ളതാണ്. ഒരു ചെറിയ ചോദ്യമാണെങ്കിലും അതൊരു ഇൻസ്പിറേഷൻ ആയിട്ട് എടുത്ത് താങ്കൾ മുന്നോട്ട് പോയി എന്നുള്ളതാണ്. ഒപ്പം യാത്രകൾ, ഇപ്പോൾ നമ്മൾ വെറുതെ നിമി എന്തുകൊണ്ട് നമുക്ക് അതിഥിയായി എന്നുള്ളതിന് സാധാരണ ഒരു സംരംഭകയല്ല, ഒരുപാട് യാത്രകൾ, എത്രയോ മനുഷ്യരെ കണ്ട് അവരോടെല്ലാം രുചികളെക്കുറിച്ച് സംസാരിച്ച് അവരുടെ രുചികൾ ഇങ്ങോട്ടും ഇവിടുത്തെ അങ്ങോട്ടും ഒക്കെ കൊടുത്ത് അല്ലേ, അതിനെക്കുറിച്ച് പറയാം. ആ യാത്രകളുടെ ഒരു ഇഷ്ടം, സന്തോഷം, അതിനെക്കുറിച്ച് കൂടി പറയാമോ? യാത്രകൾ, എൻ്റെ ആദ്യത്തെ യാത്ര തുടങ്ങുന്നത് 2014 എന്ന് പറയും. കാരണം 2013 എൻ്റെ സെക്കൻഡ് എഡിഷൻ ഞാൻ ഇറക്കണം ബുക്ക്, ലിപ്സ് മാക്കിംഗ് ഡിഷസ് ഓഫ് കേരള. ഫസ്റ്റ് എഡിഷൻ ഞാൻ 2009 ഇറക്കിയെന്ന് പറഞ്ഞല്ലോ. പക്ഷേ 2009 ഇറക്കിയതിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, ഫുള്ളി അക്സെപ്റ്റബിൾ ആയിരുന്നില്ല. ഒരുപാട് അതിൻ്റെതായിട്ടുള്ള കുറവുകൾ ഉണ്ടായിരുന്നു. സെൽഫ് പബ്ലിഷ്ഡ് ആയിരുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് എനിക്ക് ഓർമ്മയുണ്ട് ഹസ്ബൻഡ് പറഞ്ഞത്, ബുക്കിറക്കി നമുക്കിവിടെ 2 സ്ഥലത്ത് വിറ്റാൽ മതി, വേറെ എന്തിനാ പുറത്തേക്ക് കൊടുക്കണേ, അങ്ങനെ ഒരു ചിന്തയിലാണ് അത് തുടങ്ങിയത്. പക്ഷേ ഇനി ഞാനത് ഓൺലൈനിൽ ബ്ലോഗിൽ വിറ്റ് തുടങ്ങി. അതിനുശേഷം 2012 ഞാൻ ക്ലാസ്സസ് തുടങ്ങി ഫോറിനേഴ്സിന്. അതായത് ഒരാൾക്ക് ബുക്ക് മാത്രമായി കഴിഞ്ഞാൽ ചിലപ്പോൾ എളുപ്പത്തിൽ ഗ്രാസ്പ് ചെയ്യാൻ പറ്റില്ല. അപ്പം ഞാൻ വിചാരിച്ചു ക്ലാസ്സസ് ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ എനിക്ക് വന്നിട്ടുള്ള അബദ്ധങ്ങളൊക്കെ തിരുത്തി കൊടുക്കാനായിട്ട് എനിക്ക് സാധിക്കുമല്ലോ. ഒബ്വിയസ്ലി കുറേ അടി പിടിച്ചിട്ടുണ്ടാവും, കഴിഞ്ഞിട്ടുണ്ടാവും, അങ്ങനെയൊക്കെ ഉണ്ടാവും. പക്ഷെ നമ്മൾ വേറൊരാൾക്കത് പറഞ്ഞു കൊടുക്കുമ്പോൾ ഇന്ന തെറ്റുകൾ അത് വേണ്ട, ഇത് തിരുത്തിയിട്ട് ചെയ്യുക എന്നൊക്കെ പറഞ്ഞു കൊടുക്കാൻ നമുക്ക് പറ്റും. അപ്പം ഞാൻ വിചാരിച്ചു ക്ലാസ്സസ് തുടങ്ങിയതിന് ശേഷമാണ് 2013 സെക്കൻഡ് എഡിഷൻ ലിപ്സ് മാക്കിംഗ് ഡിഷസ് ഓഫ് കേരള എഴുതുന്നത്. അത് എഴുതിയതിന് ശേഷം ആ ബുക്കിനാണ് ബെസ്റ്റ് ലോക്കൽ ക്വിസീൻ ബുക്ക് ഓഫ് ഇന്ത്യ എന്ന ടൈറ്റിലാണ് ആദ്യം കിട്ടിയത്. ഇന്ത്യക്കകത്ത് ബെസ്റ്റ് ലോക്കൽ ക്വിസീൻ കിട്ടി. അതിനുശേഷം ഡിസംബർ 2013 എനിക്ക് മെയിൽ വരികയാണ്, പാതിരാത്രിയായി ഉണ്ടാവും, എനിക്ക് മെയിൽ വരികയാണ്, നിങ്ങൾക്ക് നിങ്ങളുടെ കൺട്രിയിൽ ജയിച്ചിട്ടുണ്ട് നിങ്ങൾ, ഇനി നിങ്ങളുടെ നെക്സ്റ്റ് സ്റ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 187 കൺട്രീസായിട്ട് കമ്പീറ്റ് ചെയ്യാണ്, ബെസ്റ്റ് ലോക്കൽ ക്വിസീൻ കാറ്റഗറിയിലാണ് നിങ്ങളുടെ ബുക്ക് സെലക്ട് ആയിട്ടുള്ളതെന്ന് പറഞ്ഞു. അതിനുശേഷം എനിക്ക് സഞ്ജീവ് കപൂർ, അത്യാവശ്യം സെലിബ്രിറ്റി ഷെഫാണ് ഇന്ത്യയിലെ, സഞ്ജീവ് കപൂർ എനിക്ക് ട്വിറ്ററിൽ ട്വീറ്റ് ചെയ്യാണ്, കൺഗ്രാറ്റ്സ് നിമി ഓൺ യുവർ വിൻ എന്ന് പറഞ്ഞിട്ട്. ഞാനും പെട്ടെന്ന് ഞെട്ടിപ്പോയി, ആരും എന്നെ പറ്റിക്കാൻ വേണ്ടി ചെയ്യുമായിരിക്കും എന്ന് വിചാരിച്ചു. സഞ്ജീവ് കപൂർ മെസ്സേജ് ഇട്ടു. അതിനുശേഷം ഞാൻ ഒബ്വിയസ്ലി പ്രൊഫൈല് 2-3 പ്രാവശ്യം ചെക്ക് ചെയ്ത് നോക്കി. എപ്പോഴും സംശയം തന്നെയായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ചെക്ക് ചെയ്തപ്പോഴാണ് എനിക്ക് വേറെ മെയിൽ വന്നിരിക്കുന്നത്, ഫൈനൽ 7 വന്നിട്ടുണ്ടെന്ന്. അത് കഴിഞ്ഞിട്ടാണ് എൻ്റെ ആദ്യത്തെ യാത്ര തുടങ്ങുന്നത്. 2014 ഫസ്റ്റ് ബെയ്ജിങ്ങിൽ ഫാമിലി ആയിട്ടാണ് പോയത്. സമയത്ത് എൻ്റെ ഫാദറും പിന്നെ ഹസ്ബൻഡും കുട്ടികളും കൂടിയിട്ടാണ് ഞങ്ങൾ ബെയ്ജിങ്ങിൽ പോകുന്നത്. അവിടെ വെച്ചിട്ടാണ് ആദ്യമായിട്ട് ഗോർമോണ്ട് അവാർഡ്സിൽ പങ്കെടുക്കുന്നത്. അവിടെ വെച്ചിട്ട് അവർ ഡിക്ലെയർ ചെയ്തു, 3rd ബെസ്റ്റ് ഇൻ ദ വേൾഡ് ആയിട്ട് ഡിക്ലെയർ ചെയ്തു. അതാണ് എൻ്റെ ഫസ്റ്റ് യാത്ര. അതിനുശേഷം പിന്നെ യാൻതായ്, പിന്നെ ഫ്രാങ്ക്ഫർട്ട് ബുക്ക് ഫെയർ, പിന്നെ പാരീസിൽ പോയി, പിന്നെ അങ്ങനെ കുറേ സ്ഥലങ്ങളിൽ പോയി. സ്വീഡൻ പോയി 2 പ്രാവശ്യം, മക്കാവ് പോയിരുന്നു, പിന്നെ സൗദി അറേബ്യ പോയിരുന്നു. ഇനിയിപ്പോൾ നെക്സ്റ്റ് വരുന്നുണ്ട് പോർച്ചുഗലിലേക്ക്, ഇനി ഒരു ഇൻവൈറ്റ് ഉണ്ട്. അടിപൊളി. നിമി, എനിക്ക് ഭയങ്കര സന്തോഷം തോന്നുന്ന കാര്യം, നിമിയുടെ ഒരു വീഡിയോ ഞാൻ കണ്ടിരുന്നു. അപ്പോൾ
വീഡിയോയിൽ നിമി പറഞ്ഞൊരു കാര്യമുണ്ട്, അച്ഛനും അമ്മയും ജോലി ഉണ്ടായിരുന്ന ഒരു കുട്ടിയാണ്, പക്ഷെ ഹസ്ബൻഡിന്റെ വീട്ടിലേക്ക് ചെന്നപ്പോൾ അവിടുത്തെ സ്ത്രീകളാരും ജോലിക്ക് പോവില്ല, അപ്പോൾ അടുക്കളയിലേക്കാണ് നമ്മൾ നിയമിതയാകുന്നത്. പക്ഷെ കുക്കിങ്ങിൽ വലിയ വലിയ പാഷനൊന്നുമില്ല, പക്ഷെ ആ ഭക്ഷണം ഭർത്താവിനെ കഴിപ്പിക്കണമെന്നുള്ളത് കൊണ്ടാണ് ഇത് തുടങ്ങിയത്. അവിടെ തുടങ്ങിയ നിമി എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളതാണ് ഈ ശരിക്കും അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്നൊക്കെ പറയുന്നത്. അക്ഷരാർത്ഥത്തിൽ നിമിയുടെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിക്കുകയായിരുന്നു അല്ലേ? അതെ അതെ, അത് ശരി തന്നെയാണ്. എനിക്ക് എപ്പോഴും ഉള്ള ഒരു പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പുള്ളി നെഗറ്റീവ് പറയുമ്പോൾ എനിക്കത് എങ്ങനെയോ പോസിറ്റീവ് ആക്കാനായിട്ടുള്ള ഒരു വാശി. തീർച്ചയായിട്ടും അതെ, ഞാൻ അതിനെക്കുറിച്ച് തന്നെയാണ് പറഞ്ഞത്. നമ്മൾ ചില സമയത്ത് ചില വാശി നമ്മളെ ഓരോരുത്തർ കയറ്റുന്നത് അത് നമ്മുടെ ലൈഫ് തന്നെ ചേഞ്ച് ചെയ്യുമെന്നുള്ളതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് നിമി. പക്ഷെ അതിന്റെ ക്രെഡിറ്റ് അദ്ദേഹത്തിന് കൊടുക്കണം. അദ്ദേഹം ആ ഒരു കളിയാക്കലോ അല്ലെങ്കിൽ മോശം ഭക്ഷണമാണ് എന്ന് പറഞ്ഞില്ലായിരുന്നെങ്കിൽ നിമിയെ പോലെ ഒരാളെ ഞങ്ങൾക്ക് കിട്ടില്ലായിരുന്നു. ഇന്ത്യയെ റെപ്രസെന്റ് ചെയ്ത് പോവുക ഒരു പുസ്തകവുമായി എന്നൊക്കെ പറയുമ്പോൾ വലിയ അഭിമാനമുള്ള കാര്യമാണ്, പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള പാചകക്കുറിപ്പുകളാകുമ്പോൾ. 4 മണി പലഹാരം നമുക്കൊക്കെ പ്രിയപ്പെട്ടതാണ്, അതിനെക്കുറിച്ചും പുസ്തകം എഴുതി പറയും. അതെ, 4 മണി പലഹാരത്തിനെ കുറിച്ച് പുസ്തകം എഴുതുന്നു. അത് 2015 2015 സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രാങ്ക്ഫർട്ട് പുസ്തകമേളയ്ക്ക് എനിക്കൊരു ഇൻവൈറ്റ് ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബുക്ക് എനിക്ക് അവിടെ പ്രദർശിപ്പിക്കണം എന്നുള്ള ഒരു ആഗ്രഹം വന്നത്. അപ്പോൾ അവരെൻ്റെ അടുത്ത് പറഞ്ഞു, ശരി നിമി ഇന്ത്യ റെപ്രസെൻ്റ് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ നിങ്ങളുടെ ബുക്ക് അവിടെ പ്രസൻറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. ബുക്ക് അവിടെ എക്സിബിറ്റ് ചെയ്യാൻ പറ്റി. പക്ഷേ എന്താ പറയുക, എല്ലാ കാര്യങ്ങളും ഒരേമാതിരി നടക്കണം എന്നില്ലല്ലോ. കഷ്ടകാലത്തിന് ആ സമയത്ത് എനിക്ക് വിസ റിജക്റ്റായി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഫ്രാങ്ക്ഫർട്ട് പോയില്ല. എൻ്റെ ബ്രദറാണ് അവിടെ ബുക്സ് എക്സിബിറ്റ് ചെയ്തത് ആ സമയത്ത്. എനിക്ക് ആ ഒരു മോമെൻ്റ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഒരു വിഷമമുണ്ടാക്കിയ മോമെൻ്റ് ആയിരുന്നു. കാരണം ബാംഗ്ലൂർ എംബസി പോയി ഏത് പേപ്പേഴ്സാണ് ശരിയാവാത്തതെന്ന് നോക്കി. പക്ഷെ ഒന്നും നടന്നില്ല, ആ സമയത്ത് നടന്നില്ല. എന്തോ ഒരു എന്താ പറയുക, ആ സമയം അങ്ങനെ ആയിപ്പോയി. അതിനുശേഷം ആണ് ഈ ബുക്ക് ഞാൻ ഇങ്ങോട്ടേക്ക് അയച്ചു. അവാർഡ്സിന് ഞാൻ അയച്ചിരുന്നു, എൻട്രി കൊടുത്തിരുന്നു അവാർഡ്സിന്. സത്യം പറഞ്ഞാൽ ഈ ബുക്സിൻ്റെ എൻട്രി കൊടുക്കണം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ സ്പെയിനിലേക്ക് നമ്മൾ അയച്ചു കൊടുക്കുകയാണ് കോപ്പീസ്. ആ കോപ്പീസ് അയച്ചു കൊടുക്കുമ്പോൾ അവർ അത് കഴിഞ്ഞിട്ട് അങ്ങനെ ഇഷ്ടംപോലെ ലക്ഷക്കണക്കിന് പുസ്തകങ്ങൾ ഓരോ വർഷം വരും. അതിനകത്തു നിന്നാണ് അവർ ചൂസ് ചെയ്യുന്നത് ബുക്സ്. അവരാണ് കാറ്റഗറി ചൂസ് ചെയ്യുന്നതുമല്ല. അത് കഴിഞ്ഞിട്ട് എനിക്ക് മെയിൽ വരുന്നു. 2016 എനിക്ക് മെയിൽ വരുന്നു. അതായത് നിങ്ങളുടെ ബുക്ക് ഫൈനൽസിൽ എത്തിയിട്ടുണ്ട്, അപ്പോൾ യു ആർ ഇൻവൈറ്റഡ് ടു യാൻതായ് എന്ന് പറഞ്ഞിട്ട്. യാൻതായിൽ ഞാൻ പോയിരുന്നു, ഫാമിലി ആയിട്ട് തന്നെ പോയിരുന്നു. യാൻതായിൽ വെച്ചിട്ട് എൻ്റെ ബുക്കിന് ബെസ്റ്റ് ഇന്ത്യൻ കുക്ക് ബുക്ക് ഇൻ ദ വേൾഡ് എന്ന് പറഞ്ഞ ടൈറ്റിൽ കിട്ടി. അത് ശരിക്കും അന്ന് 209 രാജ്യങ്ങളുണ്ടായിരുന്നു. അന്ന് 209 രാജ്യങ്ങളായിരുന്നു അന്ന് ഉണ്ടായിരുന്നത്. അതിനുശേഷം പിന്നെ വീണ്ടും ഫ്രാങ്ക്ഫർട്ടിലേക്ക് ട്രൈ ചെയ്തു. അതിനുശേഷം പിന്നെ കിട്ടിയ ഇൻവൈറ്റ് എനിക്ക് ഫ്രാങ്ക്ഫർട്ട് പുസ്തകമേളയിൽ ലൈവ് ഷോ ചെയ്യാനായിട്ടായിരുന്നു. അതിലേക്ക് ഞാൻ വരാം. ലൈവ് ഷോയ്ക്ക് മുമ്പ് പുസ്തകത്തിന്റെ കാര്യം പറയുമ്പോൾ ഈ 4 മണി പലഹാരം നമ്മുടെ നിമിയുടെ പുസ്തകത്തിലൂടെ നമ്മുടെ വാഴയ്ക്കപ്പവും നമ്മുടെ പരിപ്പുവടയും അല്ലെ, നമ്മുടേതായിട്ടുള്ള കുറെ സാധനങ്ങളുണ്ടല്ലോ, അതെല്ലാം ഇങ്ങനെ വിദേശത്തേക്ക് ഇങ്ങനെ പോയി അവര് വായിക്കുന്നു അല്ലെ, അതിനൊരു റെക്കഗ്നേഷൻ കിട്ടുന്നു എന്നൊക്കെ പറയുമ്പോ അത് എന്തൊക്കെയായിരുന്നു അതിൽ ഉൾപ്പെടുത്തിയിരുന്നത്? എന്തെങ്കിലും നമ്മള് നാടൻ പലഹാരങ്ങൾ തന്നെയായിരുന്നോ? അതെ, എല്ലാവരും നമ്മുടെ നാടൻ പലഹാരങ്ങളല്ലാണ്ട് പിന്നെ പല റീജിയൻസ് എന്നുള്ളതുണ്ട്. കേരളത്തിൽ തന്നെയാണെന്ന് പറഞ്ഞാലും പരിപ്പുവട ഉഴുന്നുവട മാത്രമല്ലല്ലോ, കലത്തപ്പമുണ്ട്, പിന്നെ ഉന്നക്കായ ഉണ്ട്, അങ്ങനത്തെ കുറെ വിഭവങ്ങളുണ്ട്. ഇപ്പൊ ഇത്
ഇപ്പൊ എൻ്റെ വീട്ടിൽ ഉണ്ടാക്കുന്ന ഭക്ഷണം മാത്രമല്ല, ഇപ്പൊ ഞാൻ എൻ്റെ ഹസ്ബൻഡിന്റെ ഫാമിലിയിൽ ഉണ്ടായിരുന്നപ്പോൾ അവിടെ ഉണ്ടാക്കുന്ന രീതി വ്യത്യാസമാണ്. എൻ്റെ ഫ്രണ്ട്സിന്റെ ഫാമിലിയിൽ ഉണ്ടാക്കുന്ന രീതി വ്യത്യാസങ്ങളാണ്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ എഴുതാൻ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ബുക്കില് അത്ര റെസിപ്പീസ് ഒന്നും തികയില്ല, അതിനും കൂടുതൽ വേണ്ടി വരും. നമ്മളുടെ വിഭവങ്ങളെ ഇഷ്ടം പോലെ ഉണ്ടല്ലോ. ഞാൻ ഒരു ചെറിയൊരു കാര്യം ഞാൻ ഇപ്പോൾ ഓർത്തത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ആദ്യം 2009 ബുക്ക് ഇറക്കി എന്ന് പറഞ്ഞല്ലോ. അന്ന് ലിദിയ എന്ന് പറഞ്ഞൊരു ലേഡി പാരീസിലുള്ളതാണ്. അവരെൻ്റെ ബുക്ക് വാങ്ങിച്ചിരുന്നു. വാങ്ങിക്കണതിന് മുന്നേ ഫസ്റ്റ് ക്വസ്റ്റ്യൻ അന്ന് അവർ കാണുകയാണ് വെബ്സൈറ്റിൽ ലിപ്സ് മാക്കിംഗ് ഡിഷസ് ഓഫ് കേരള എന്ന് പറഞ്ഞ കുക്ക് ബുക്ക് ഇങ്ങനെ വിൽപ്പനയ്ക്ക് ഉണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവരെനിക്ക് മെയിൽ അയച്ചിട്ട് ചോദിച്ചു, ഞാൻ ചോദിക്കുന്നതുകൊണ്ടൊന്നും തോന്നരുത്, പക്ഷെ ഈ കേരള എന്ന് പറഞ്ഞാൽ എന്താ? അവിടെ ഞങ്ങൾക്ക് ഇവിടെ ഇന്ത്യൻ കുക്കിംഗ് അറിയാം, പക്ഷെ കേരള കുക്കിംഗ് എന്താന്ന് ചോദിച്ചു. അപ്പോൾ അന്ന് ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞു, ഇത് സൗത്ത് വെസ്റ്റ് റീജിയനിലുള്ള ചെറിയൊരു സ്ഥലമാണ്, പക്ഷെ നമ്മളുടെ വിഭവങ്ങളിലും ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് എന്ന് പറഞ്ഞു. അന്ന് അവര് എൻ്റെ നിന്ന് ബുക്ക് വാങ്ങിച്ച് അവർക്ക് ഭയങ്കര അത്ഭുതമായിരുന്നു, കാരണം അവരൊരു ഫുഡി ആയിരുന്നു. അപ്പൊ അവര് എൻ്റെ അടുത്ത് പറഞ്ഞു, അതിനുശേഷം അവര് റെസിപ്പീസ് ട്രൈ ചെയ്തിട്ട് പറഞ്ഞു, ഞങ്ങൾക്ക് ഇപ്പൊ തോന്നുന്നുണ്ട് ഭയങ്കര വ്യത്യസ്തമായിട്ടുള്ള ക്വിസീനാണല്ലോ എന്ന്. ശരിക്കും പറഞ്ഞാൽ ഇന്ത്യക്കകത്ത് ഓരോ റീജിയൻ ഒരു മൂലയിൽ നിന്ന് മറ്റേ മൂലയിലേക്ക് പോകുമ്പോൾ കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ക്വിസീനാണെന്നുള്ളതാണ് സത്യം. അതെ അതെ, തീർച്ചയായിട്ടും. ഈ ലൈവ് ഷോയിലേക്കാണ് നേരത്തെ പറഞ്ഞത്, പുസ്തകം എഴുതുക എന്നുള്ളതിന് നമുക്കൊരു തയ്യാറെടുപ്പുണ്ട്, ഒരു സമയം കിട്ടും. പക്ഷെ ലൈവ് ഷോ എന്ന് പറയുമ്പോൾ അത് കുറച്ച് ടാസ്ക് തന്നെയാണ്, കുറച്ച് വെല്ലുവിളികൾ നിറഞ്ഞതായിരുന്നു കാണുമല്ലോ. അതിനെക്കുറിച്ച് പറയൂ. ഫസ്റ്റ് ലൈവ് ഷോ എങ്ങനെ ഹാൻഡിൽ ചെയ്തു? ഫസ്റ്റ് ലൈവ് ഷോ ശരിക്കും ഭയങ്കര ടെൻഷൻ പിടിച്ചതായിരുന്നു. എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ പറയാണ്ടിരിക്കാൻ വയ്യ. കാരണം അന്ന് ഫ്രാങ്ക്ഫർട്ട് പുസ്തകമേളയിൽ ഞാൻ ചെല്ലുകയാണ്. എനിക്ക് മുന്നേ എക്സ്പീരിയൻസ് ഇല്ല ഇങ്ങനെ സ്റ്റേജ് ഷോസ് ചെയ്തിട്ട്. ഞാൻ ലൈവ് വെച്ച് കഴിഞ്ഞാൽ ക്ലാസ്സസ് ഫോറിനേഴ്സിന് ക്ലാസ് എടുക്കുന്നുണ്ട് ഒക്കെയാണ്, പക്ഷെ എന്നാലും ലൈവ് ഷോ ഇല്ല. അപ്പോൾ ബാക്ക് കിച്ചണിൽ എന്താ നടക്കണേന്ന് വെച്ച് കഴിഞ്ഞാൽ, അടുത്ത എല്ലാ 45 മിനിറ്റ്സും ഓരോ ഓർഡറിന്, അതായത് സെലക്ട് ചെയ്ത ഷെഫ്സിന് 45 മിനിറ്റ്സ് കൊടുക്കും. അപ്പോൾ അവരുടെ ക്വിസീന് ലൈവായിട്ട് ഓഡിയൻസിന് കുക്ക് ചെയ്ത് കാണിക്കുക, അവരെ കൊണ്ട് ടേസ്റ്റ് ചെയ്യിക്കുക, നമ്മുടെ ക്വിസീനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ബാക്ക് കിച്ചണിൽ ഉണ്ടായ ഒരു ഇൻസിഡൻ്റ് ആണ്. ഒരു ഹെഡ് ഷെഫ് ഉണ്ടായിരുന്നു ബാക്ക് കിച്ചണിൽ ഫ്രാങ്ക്ഫർട്ട് മേളയിൽ. അവിടെ ആള് ഭയങ്കര റഫായിരുന്നു. അതായത് എനിക്ക് ഒന്നാമത് ജർമ്മൻ മനസ്സിലാവില്ല. അപ്പോൾ ആള് ബാക്കിയുള്ള വെയിറ്റേഴ്സിൻ്റെ അടുത്തും അതായത് ബാക്കിയുള്ള ഹെൽപ്പേഴ്സിൻ്റെ അടുത്തൊക്കെ ഭയങ്കരമായിട്ട് ചൂടാവുന്നുണ്ടായിരുന്നു. നമ്മൾ പെട്ടെന്ന് ഈ കിച്ചണിനകത്തേക്ക് ചെല്ലുമ്പോൾ പെട്ടെന്നൊരു അത്ര എന്താ പറയുക, അത്ര വെൽക്കമിങ് അല്ല. അപ്പോൾ ഞാൻ വേഗം തന്നെ എൻ്റെ ആ സാധനങ്ങൾ എന്താണോ അത് കട്ട് ചെയ്ത് വെച്ചു, എനിക്ക് വേണ്ട വെജിറ്റബിൾസ് റെഡിയാക്കി വെച്ചു, എല്ലാം പ്രെപ്പ് ചെയ്ത് റെഡിയാക്കി വെച്ചു. അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ ആളുടെ അടുത്ത് ചോദിച്ചു, ഒരു മിക്സി കിട്ടുമെന്ന്. അപ്പോൾ ആള് അറിയാത്ത മാതിരി നിന്നു. അതിന് ഞാൻ ചോദിച്ചു, പിന്നെ മിക്സി കിട്ടുമായിരിക്കുമോ? അപ്പോൾ ആള് എന്നിട്ട് ബ്ലെൻഡർ എടുത്ത് വന്നിട്ട് പറഞ്ഞു, ഇത് ഞങ്ങൾക്ക് ഇവിടെയുള്ളൂ, ഇതിനപ്പുറത്തേക്ക് ഞങ്ങൾക്ക് വേറെ ഒന്നുമില്ലെന്ന് പറഞ്ഞു. പെട്ടെന്ന് ചൂടായിട്ട് ആള് പറഞ്ഞു. ഞാൻ വിചാരിച്ചു ശരി ഒരു 15 മിനിറ്റ് ഗ്യാപ്പ് ഉണ്ട്, ശരി ഞാൻ പറഞ്ഞു ഉള്ളതുപോലെ അരച്ചെടുക്കാന്ന് വെച്ചെടുത്തു. എടുത്തു കഴിഞ്ഞിട്ട് ഞാൻ ഇവിടുന്ന് നാട്ടിൽ നിന്ന് പോയപ്പോൾ പ്രഷർ കുക്കർ കൊണ്ടുവരുന്നു. ശരി, എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു അവർ ഓർഗനൈസേഴ്സ് പറഞ്ഞിരുന്നു ഇൻഡക്ഷൻ കുക്ക് ടോപ്പ് ആയിരിക്കും, അപ്പോൾ അതുകൊണ്ട് ഇൻഡക്ഷൻ കുക്ക് ടോപ്പിൽ നിങ്ങൾ വെക്കുമ്പോൾ സ്റ്റീൽ പാത്രങ്ങൾ തന്നെ കൊണ്ടുവരിക, ബാക്കിയുള്ള പാത്രങ്ങൾ കൊണ്ടുവരരുത്. അപ്പോൾ അന്ന് എനിക്ക് ഓർമ്മയുണ്ട്, അതിൽ ഒരു റെസിപ്പി പൈനാപ്പിൾ പച്ചടി ആയിരുന്നു. പൈനാപ്പിൾ പച്ചടി ഉണ്ടാക്കാനായിട്ട് ഞാൻ എല്ലാം റെഡിയാക്കി വെച്ച് സ്റ്റേജിൽ കയറി എക്സ്പ്ലെയിൻ ചെയ്യാൻ തുടങ്ങി. എല്ലാം കഴിഞ്ഞ് കുക്കർ അടുപ്പത്ത് വെച്ചിട്ട് ഇപ്പം നമ്മൾ എന്താ ചെയ്യാൻ പോണേന്ന് ഞാൻ പറഞ്ഞത്, വിൽ ജസ്റ്റ് വെയിറ്റ് ഫോർ 2 minutes സോ ദാറ്റ് ദ പൈനാപ്പിൾ ഗെറ്റ്സ് കുക്ക്ഡ് ഇൻ ദ പ്രഷർ കുക്കർ എന്ന് പറഞ്ഞ് ഓൺ ചെയ്തു. എനങ്ങുന്നില്ല ഒന്നും. ആ സമയത്ത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കിളി പോയി, എന്താ ചെയ്യണ്ടേന്ന് അറിയില്ല.
ഞാൻ പിന്നെ ബബ്ബാന്ന് പറയാൻ പറ്റില്ലല്ലോ. ഞാൻ പറഞ്ഞു ശരി, എൻ്റെ കുക്കർ എന്തായാലും വർക്ക് ചെയ്യുന്നില്ല, നമുക്ക് വേണ്ട, നമുക്ക് സോസ് പാനിലിട്ടിട്ട് ഇനി നമുക്ക് തിളപ്പിച്ചെടുക്കാം പൈനാപ്പിൾ. ഭാഗ്യത്തിന് റെസിപ്പി എന്തായാലും നന്നായിട്ട് വന്നു. അത്യാവശ്യം ഓഡിയൻസും എൻഗേജ്ഡ് ആയിരുന്നു. കുഴപ്പമില്ലാണ്ട് ഷോ നടന്നുപോയി, കുഴപ്പമില്ലായിരുന്നു. പക്ഷെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ഇങ്ങനെയായിരുന്നു. അതെ, ഞാൻ ചോദിക്കുന്നത് നമ്മളൊരു സംരംഭം, നമുക്ക് സംരംഭത്തിലേക്ക് വരാം. ബുക്കിൽ നിന്ന് ഇതിലേക്ക് വരുമ്പോൾ നമ്മൾ ഒരുപാട് യാത്രകൾ ചെയ്തു, ഒരുപാട് പേർക്ക് ക്ലാസ് എടുത്തു, ഒരുപാട് സ്ഥലങ്ങളിലെ ഈ വിഭവങ്ങളൊക്കെ കണ്ടു. നമ്മുടെ കേരളത്തിലേക്ക് തിരിച്ചു വരുന്നു. കേരളത്തിലുള്ളവർക്ക് ഞാനൊരു റെസ്റ്റോറൻറ്റ് തുടങ്ങുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഞാനൊരു സംരംഭം തുടങ്ങുകയാണെങ്കിൽ എങ്ങനെ ആളുകളിലേക്ക് എന്തെത്തിക്കാമെന്നൊക്കെയുള്ള ചിന്ത താങ്കൾക്ക് ബാക്കിയുള്ളവരെക്കാട്ടിലും വലുതായിരിക്കുമല്ലോ. കുറേ കൺഫ്യൂഷൻ ഉണ്ടാവുമല്ലോ, എങ്ങനെ കൊടുത്താൽ നന്നായിരിക്കും എന്നുള്ളത്. ആ ഒരു തുടക്കം, അതിൻ്റെ ഒരു ചിന്ത ഒന്ന് പറയാമോ? അന്നപൂർണി ശരിക്ക് എനിക്ക് ഞാൻ ജീവിതത്തിൽ നടന്നിട്ടുള്ളതൊന്നും ഞാൻ പ്രതീക്ഷിച്ച കാര്യങ്ങളല്ലെന്നറിയാം. എങ്കിലും അന്നപൂർണി എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ശരിക്ക് ഒരു ഓൾമോസ്റ്റ് ഒരു 7 to 8 yearsആയി ഈ ഒരു കോൺസെപ്റ്റ് എൻ്റെ മനസ്സിൽ വന്നിട്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ 4 o'clock ടെംപ്റ്റേഷൻസ് ഓഫ് കേരള ബുക്കിന് അവാർഡ് കിട്ടിയതിന് ശേഷം ഞാൻ ഒരുപാട് പേരായിട്ട് കോണ്ടാക്ട്സ് കിട്ടി, ബാക്കി ഓതേഴ്സ്. അങ്ങനെ ഒരാൾ അപ്രോച്ച് ചെയ്തതാണ്. അന്നത്തെ NGO USAID എന്ന് പറഞ്ഞ NGO എന്നാണ് ഒരാൾ എന്നെ കോണ്ടാക്ട് ചെയ്യുന്നത്. അവർക്ക് വേണ്ടി ഒരു പ്രോജക്റ്റ് ചെയ്യാവോ എന്ന് ചോദിച്ചിട്ട്. അവർ ബേസിക്കലി വേണ്ടിയിരുന്നത് അവർക്ക് ഒരു ഫ്ലയർ ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നു. അതായത് ഇന്ത്യയിലെ വേറെ 2 റീജിയൻസ്, ഇന്ത്യയിലെ റീജിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് കർണാടകയും ഒന്ന് മധ്യപ്രദേശും. അപ്പോൾ ഈ 2 റീജിയൻസിന് വേണ്ടിയിട്ട് ഫ്ലയേഴ്സ് ഉണ്ടാക്കാൻ അവർ പറഞ്ഞു എൻ്റെ അടുത്ത്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഫ്ലയേഴ്സ് ഉണ്ടാക്കാൻ നിങ്ങൾ എന്നെ കോണ്ടാക്ട് ചെയ്യണ്ട, ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ റെസിപ്പീസ് ട്രഷർ ചെയ്യുക എന്നുള്ളൊരു കോൺസെപ്റ്റാണ് ഞാൻ നോക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു ശരി ആയിക്കോട്ടെ, നമ്മൾ പിന്നെ കോണ്ടാക്ട് ചെയ്യാമെന്ന് പറഞ്ഞു. കുറച്ച് കഴിഞ്ഞിട്ട് കുറച്ച് നാളുകൾക്ക് ശേഷം അവർ പിന്നെ വീണ്ടും എന്നെ അപ്രോച്ച് ചെയ്തു. നിമിയുടെ കോൺസെപ്റ്റ് എങ്ങനെയായിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഐ എം ഇൻട്രസ്റ്റഡ് ഇൻ ബ്രിങ്ങിങ് ഔട്ട് എ ബുക്ക് ഫോർ ദീസ് പീപ്പിൾ, ഈ റെസിപ്പീസ് ട്രഷർ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ റിമോട്ട് റീജിയൻസ് ആണെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു. അങ്ങനെ ആ കോൺട്രാക്റ്റ് ഞാൻ സൈൻ ചെയ്തു. ഞാൻ അന്ന് ഒബ്വിയസ്ലി ഒറ്റയ്ക്ക് എന്തായാലും വിടില്ല അങ്ങോട്ട് പോകാനായിട്ട്. അപ്പോൾ ഫാമിലി കുറച്ച് കൺസർവേറ്റീവ് ആയിരുന്നു. അപ്പോൾ എന്താ തീരുമാനിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരി ഞാൻ വിചാരിച്ചു ഫാമിലീനെ എല്ലാവരെയും കൊണ്ടുപോയേക്കാം, ഹസ്ബൻഡിനെയും കുട്ടികളെയും കൊണ്ടുപോയേക്കാം ഈ റിസർച്ചിൻ്റെ ഭാഗമായിട്ട്. അവിടെ ചെന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റിമോട്ട് ഏരിയ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടിയൊന്നും പോവില്ല, ഒത്തിരി ഉള്ളിലേക്കുള്ള സ്ഥലം. അവിടെ പോയിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇവരുടെ വീടുകളിൽ ഞാൻ പോയി, അവിടുന്ന് ഓരോ റെസിപ്പീസ് പഠിച്ച് അങ്ങനെ റെസിപ്പീസ് കളക്ഷൻ എല്ലാം കഴിഞ്ഞ് ഞാൻ തിരിച്ച് കേരളത്തിലേക്ക് വന്നതിന് ശേഷം ഒരു 2 months കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരു കോള് വരികയാണ്. NGOയിലെ ഒരു സ്റ്റാഫ് വിളിച്ച് പറയാണ്, മാം അറിഞ്ഞു ഈ കോൺട്രാക്റ്റ് വോയിഡായി, ഇനിയിപ്പോൾ ആ പ്രോജക്റ്റ് നടക്കില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കത് ഭയങ്കര ഷോക്കായിരുന്നു. കാരണം അന്ന് എന്നെ ഹെൽപ്പ് ചെയ്ത് തന്ന അവിടുത്തെ ലോക്കൽ പീപ്പിൾ ഒരുപാട് സപ്പോർട്ടീവായിരുന്നു എനിക്ക് ആ റെസിപ്പീസ് ഷെയർ ചെയ്ത് തരാനൊക്കെ. അപ്പം ഞാൻ എന്തായാലും തീരുമാനിച്ചിരുന്നു, ഇത് അവർ ത്രൂ നടന്നില്ലെങ്കിൽ ഞാനായിട്ട് അത് കൊണ്ടുവരും, പബ്ലിഷ് ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹമുണ്ട്. പക്ഷേ അതിന് കുറേ ഡ്രോബാക്സും ഉണ്ട്. കാരണം ഞാൻ പറഞ്ഞോന്ന് അറിഞ്ഞൂടാ, സെൽഫ് പബ്ലിഷ്ഡ് ഓതറായിരുന്നു. അപ്പോൾ ഒബ്വിയസ്ലി സെൽഫ് പബ്ലിഷ്ഡ് ഓതേഴ്സിന് കുറച്ച് ബുദ്ധിമുട്ടാണ് എല്ലാം സ്വന്തമായിട്ട് സെൽഫ് പബ്ലിഷ് ചെയ്ത് വരുമ്പോൾ. അപ്പോൾ അങ്ങനെ അന്ന് ഫിനാൻഷ്യൽ കൺസ്ട്രെയിൻസ് ഉണ്ടായിരുന്നു, അന്ന് കോൺട്രാക്റ്റ് വോയിഡായി. അപ്പോൾ ആ പ്രോജക്റ്റ് അങ്ങനെ നിന്നുപോയി. പക്ഷേ എൻ്റെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരുന്നു, അതായത് അവർക്ക് വേണ്ടി ഞാൻ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ, റെസിപ്പി ബുക്ക് എന്തെങ്കിലും ഞാൻ പബ്ലിഷ് ചെയ്യുകയാണെങ്കിൽ
അതിൽ അവർക്കുള്ള ഒരു സ്പേസ്, അവരുടെ ഇൻഗ്രീഡിയൻസിന് എപ്പോഴും ഒരു സ്പേസ് എനിക്ക് ഉണ്ടാക്കണം എന്നുണ്ടായിരുന്നു. ഇൻഗ്രീഡിയൻസ് പറഞ്ഞാൽ ഇപ്പോൾ ജസ്റ്റ് ഒരു എക്സാമ്പിൾ ഞാൻ പറയുകയാണ്. ഇപ്പം നമുക്ക് നമ്മളുടെ നാട്ടിലുള്ള കൊടംപുളി അറിയാം. കൊടംപുളി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കൊടംപുളി എല്ലാവരും മീൻകറിയിൽ ഉപയോഗിക്കുന്നു. അങ്ങനെ ഒരു ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് നമ്മുടെ റെസിപ്പീസിൽ. പക്ഷേ ഇപ്പം ഞാനിപ്പോൾ ഈ റീജിയണിൽ പോയപ്പോൾ അവിടെ വേറെ ഇതുമാതിരി കൊടംപുളിയുടെ വേറെ ഒരെണ്ണം ഉണ്ട്, കോക്കം എന്ന് പറഞ്ഞിട്ട്. അവിടെ കോക്കം എന്ന് പറഞ്ഞിട്ടുള്ള ഒരെണ്ണം ഫ്രൂട്ട് ഉണ്ട്. അപ്പോൾ ആ ഫ്രൂട്ട് വെച്ചിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവർ വേറെ വിഭവങ്ങളാണ് ഉണ്ടാക്കുന്നത്. ഇപ്പം ആ ഫ്രൂട്ടിനെ കുറിച്ച് ഞാൻ ഒരാളുടെ അടുത്ത് പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ, അല്ലെങ്കിൽ ഈ ഫാമിംഗ് കമ്മ്യൂണിറ്റി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ട് മാത്രമാണ്. തീർച്ചയായിട്ടും നിമിയുടെ സംസാരം കേട്ടോണ്ടിരിക്കാൻ നല്ല രസമാണ്. ഈ ഒരുപാട് കാര്യങ്ങൾ കേൾക്കണമെന്നുണ്ട്, പക്ഷെ എന്റെ സമയം എന്നെ അനുവദിക്കുന്നില്ല. സമയം ആയതുകൊണ്ട് മാത്രം ഞാൻ ഇടപെടുകയാണ്. കൂടുതൽ ഇത് കണ്ടുകൊണ്ട് ഇൻട്രസ്റ്റ് ആയിട്ട് ഇരിക്കുന്ന ആളുകൾ ഇനി ഇത് കേൾക്കണമെന്നുണ്ടെങ്കിൽ നിമിയുടെ പുസ്തകങ്ങൾ വാങ്ങിക്കുക, നിങ്ങൾ വായിക്കുക, നിമിയെ കോൺടാക്ട് ചെയ്യുക, നിമിയുടെ ഷോപ്പിൽ പോവുക. അപ്പം നിമി എന്തായാലും ഞങ്ങൾക്ക് അതിഥിയായി എത്തിയതിനും ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു തന്നതിനും താങ്ക് യു സോ മച്ച്. എല്ലാവിധ ആശംസകൾ അന്നപൂർണിക്കും നിമിയുടെ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങൾക്കും ഞങ്ങൾ ആശംസകൾ നേരുകയാണ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു.